മ്യൂച്വൽ കൺസെൻ്റ് ആയിട്ടുള്ള സെക്സ്. അതിനുശേഷം ഒരു സ്ത്രീ പീഡന ആരോപണമായിട്ട് വരുന്നു, പിന്നെ അത് കേസാവുന്നു. അപ്പം ഈ പുരുഷനാണ് ഈ സമൂഹത്തിലായാലും ഈ നിയമപരമായാലും ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ മുദ്രകുത്തപ്പെടുന്നത് ഒരു പുരുഷനാണ്. അപ്പം ആൾക്ക് എടുക്കാൻ പറ്റുന്ന, ആൾക്ക് എന്താണ് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുക? ജയിലിലേക്ക് പോകാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മളെന്തായാലും അന്വേഷണം നേരിടണം. ഈ പറഞ്ഞ ഒരു വ്യത്യാസമുണ്ട്. അതായത് കുറ്റാരോപിതനാണ്, കുറ്റക്കാരനല്ല, കുറ്റാരോപിതന ആവുകയാണ്. അപ്പോൾ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതൊരു നോൺ ബെയിലബിൾ ഓഫൻസ് ആണ്. അപ്പോൾ ആ അറസ്റ്റിനെ മറികടന്നുകൊണ്ട് നമുക്ക് മുൻകൂർ ജാമ്യം എടുത്ത് നമ്മൾ നിരപരാധിയാണെങ്കിൽ നമുക്ക് ആ മുൻകൂർ ജാമ്യം ലഭിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് സഹകരിച്ച് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിലൊരു നമ്മൾ പുറത്ത് കാണാത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പരസ്പര സമ്മതത്തോടെയുള്ളൊരു സെക്സ്, അതായിരിക്കും നമ്മൾ പുറത്ത് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും. അതായത് മെയിനായിട്ട് ഇതുപോലത്തുള്ള കേസുകളിൽ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് ഇവർ നല്ല രീതിയിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടാവും. അതായത് മനഃപൂർവ്വമായിരിക്കില്ല, ചതിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പണമായിട്ടും സ്വർണ്ണമായിട്ടും ഈ പറയുന്ന ഇരയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടാവും. ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു ചീറ്റിംഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഗ്രാവിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട്, അപ്പം ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് പലരും കൊടുക്കുന്നത്. പിന്നെ അല്ലാണ്ട് മനഃപൂർവ്വം ഇതുപോലെ പൈസ മേടിക്കാനായിട്ട് കൊടുക്കുന്നവരുണ്ട്, ഇത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നക്കാര് മീഡിയാസാണ്. അതായത് ഒരു കുറ്റാരോപണമായി കഴിയുമ്പോൾ തന്നെ മീഡിയാസ് ഇടപെട്ട് ഇത് ഇവരെല്ലാവരെയും പുറത്ത് കാണിച്ച് അതിൻ്റെ ആ ഒരു പ്രശ്നം സമൂഹത്തിന് വലിയ ചർച്ചയാക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരാളെ കുറ്റാരോപിതനായി അന്വേഷണം കഴിഞ്ഞ് കുറ്റവാളിയെന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് ഒരു മീഡിയ അയാളെ പുറത്തുവിടേണ്ട ആവശ്യമുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമനിർമ്മാണം തന്നെ അതിനു വേണ്ടി ഉണ്ടാക്കി ഇതുപോലെ അയാളുടെ ഐഡന്റിറ്റി പുറത്തു വിടുന്നതിനെ തടയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു ആണുങ്ങൾ അതിൻ്റെ വിക്ടിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ കൂടുതലാണ്.